നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്, 4 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു വളരെ ചെറിയ സവോള, ഇത്രയും മതി കേട്ടോ നമുക്ക് സവോളയുടെ വയ്പും. അതുപോലെ മല്ലിയില എടുത്തിട്ടുണ്ട്, മല്ലിയില കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ ഈ വറ്റൽമുളക് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് പൊടിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. മുളക് ഫൈൻ പൗഡർ അല്ല വേണ്ടത്. ഈ ഒരു വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, നമുക്കൊരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ മല്ലിയിലയും സവോളയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. മല്ലിയിലയുടെ തണ്ട് മാറ്റിയിട്ട് ഇല മാത്രം എടുക്കുക. അപ്പോൾ നമുക്കിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഈ വറ്റൽമുളകൊക്കെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഫ്രഷ് ആയിട്ട് മുളക് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ചീസ് ഉണ്ടെങ്കിൽ ചീസ് ആഡ് ചെയ്യാം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചീസ് ആഡ് ചെയ്തോളൂ. ചീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ മുളകും പൊടിച്ചെടുക്കട്ടെ, സവോളയും മല്ലിയിലയും എല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സവോളയും കൂടി എടുത്തു കിട്ടാം. നിങ്ങൾ ചെറിയൊരു സവോള എടുത്താൽ മതി. ഞാനിത് കൂടുതൽ ബ്രെഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു സവോളയും കൂടി എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ 4 ബ്രെഡ് സ്ലൈസിനുള്ള അളവുകളാണ്. അപ്പോൾ മല്ലിയിലയും നമ്മൾ ചോപ്പ് ചെയ്തെടുത്തു, അതുപോലെ തന്നെ നമ്മുടെ മുളക് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഞാൻ 4 ബ്രെഡിനുള്ള അളവുകളാണ് പറയുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്തോളൂ. നമ്മൾ പിന്നെ വറ്റൽമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് 1/4 ടീസ്പൂണിൽ നിർത്തുന്നത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം. മുട്ടയ്ക്കും ബ്രെഡിനും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് തക്കാളിയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കാം, പക്ഷെ എനിക്ക് തക്കാളിയോട് അത്ര താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ തക്കാളി ചേർക്കാത്തത്. തക്കാളി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ചെറിയ തക്കാളിയും കൂടി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 3 മുട്ടയല്ല, അതിൽ കൂടുതൽ മുട്ട ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് കൂടുതൽ എടുക്കുന്നതുകൊണ്ടാണ് മുട്ട കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് ബട്ടറിലും ടോസ്റ്റ് ചെയ്യാം, ഓയിലിലും ടോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ബട്ടറിലാണ് ടോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ഓയിലിൽ ടോസ്റ്റ് ചെയ്താലും മതി കേട്ടോ. വെളിച്ചെണ്ണയിലല്ല, സൺഫ്ലവർ ഓയിലായിരിക്കണം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ പാനിലേക്ക് ഒന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മുടെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക. ഒരുപാട് സവോളയൊന്നും നമ്മുടെ മുട്ടയുടെ മുകളിലേക്ക് ആവില്ല, നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലേക്ക് ആവില്ല. അപ്പോൾ ഞാൻ കുറച്ച് സവോളയൊക്കെ ഒന്ന് കൈകൊണ്ട് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ ബർണറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുളകൊന്ന് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ കൂടുതൽ ചേർത്താൽ മതി കേട്ടോ. ഇതിന് മുകളിലേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം തിരിച്ചിട്ടിട്ട് വേണം ചീസ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോഴേ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുള്ളൂ. ഇത് ഒരു പാനിൽ ഒരു സമയത്ത് ഒരു ബ്രെഡ് വെക്കുകയാണ് നല്ലത്. 2-3 ബ്രെഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ ഫ്ലെയിമിൽ വെക്കുക. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡിൽ ഞാൻ ചീസാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിലും കുറച്ച് മുളകൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ ആവശ്യത്തിന് മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് ഒന്ന് കുക്കായി വരട്ടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡിലും ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ചീസ് ഒന്ന് നന്നായിട്ട് മെൽറ്റായി കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ചീസൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇറ്റാലിയൻ ഹെർബ്സോ ഒറിഗാനോയോ തൈമോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും മതി, ചീസ് പോലും ചേർക്കണം എന്നില്ല. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറച്ചെടുത്ത് സവോളയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാം. അത് കുട്ടികൾക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല, ചീസായിരിക്കും കുട്ടികൾക്ക് താല്പര്യം. അപ്പോൾ നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡ് സ്ലൈസും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. വീണ്ടും ചെറുതായിട്ടൊന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ
ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഓരോ പ്രാവശ്യവും മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ ബ്രെഡ് സ്ലൈസ് മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ മിക്സ് കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാ ഇതുപോലൊന്ന് ഡിപ്പ് ചെയ്യുക, എടുത്ത് വയ്ക്കുക. കുറച്ച് സവോളയുടെ മിക്സും കൂടി എടുത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഈ സൈഡിൽ ചീസ് ഇടണം എന്നുണ്ടെങ്കിൽ തിരിച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ചീസ് നിങ്ങൾക്ക് ഈ സൈഡിലും ഇട്ട് കൊടുക്കാം. ചീസ് കൂടുതൽ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ. പിന്നെ കുട്ടികൾക്ക് മാത്രമായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുളക് ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ മുളക് ക്രഷ് ചെയ്തത് ചേർക്കേണ്ട ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. നമുക്ക് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബ്രെഡ് സ്ലൈസും എന്താ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഈസി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വൈകുന്നേരം ചായക്ക് നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രെഡിൻ്റെ ഒരു സ്വീറ്റ് സ്നാക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോഴാണ് സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് റെസിപ്പീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് റെസിപ്പി തന്നെയാണ്. ഒരുപാട് ഓവർ സ്പൈസി അല്ല, എങ്കിലൊരു മീഡിയം സ്പൈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് ചേർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോയത് കേട്ടോ. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തോളൂ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇതുപോലെ ചീസ് ഗ്രേറ്റ് ചെയ്ത് തന്നെ ഇടണമെന്നില്ല. ചീസ് സ്ലൈസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഏത് ചീസാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.